ഭയങ്കര സ്നോഫോളാ. ഞാൻ 3 പ്രാവശ്യം തന്നെ വീണു. 2 പ്രാവശ്യം നടു പിടിച്ചു വീണു, 1 പ്രാവശ്യം മുട്ടിടിച്ച് വീണു, മൂക്ക് പിടിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്താ എഴുന്നേറ്റിട്ട് അതേപോലെ മുഖം പോലും കഴുകാതെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 6 മണിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ 6 മണിക്ക് എന്തോരം വെളിച്ചമാണ് നോക്ക്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 7:30 നമുക്ക് വണ്ടി വരും. അപ്പം നമുക്കിന്ന് നാത്തുല പാസ്, ചാങ്കു ലേക്ക്, പിന്നെ ബാബ ഹർഭജൻ സിംഗ് മന്ദിർ, ഇത്രയും സ്ഥലങ്ങളിലാണ് പോകാനുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വെളിച്ചം കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ് കേട്ടോ. ഇതിനെന്താ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയിൽ കാണിച്ച നമ്മളുടെ ഹോം സ്റ്റേ. ഫ്രണ്ടിൽ നിന്നും കൂടെ കാണിച്ചു തരാം. യെസ്, അങ്ങനെ കറക്റ്റ് 7:23 നമ്മൾ റെഡിയായി. നമ്മുടെ ടാക്സി 7:30 ആകുമ്പം നമ്മുടെ ഹോം സ്റ്റേ ഇച്ചിരി താഴോട്ട് ഇറങ്ങിയിട്ട്, അപ്പം മുകളിലോട്ട് ചെല്ലണം. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഹെയർ കളർ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഹൈലൈറ്റ്സ്. ഞാനും ഇപ്പോഴാട്ടോ ശരിക്കും ഇത് കാണുന്നത്. ഫുള്ള് ഡ്രസ്സൊന്ന് കാണിച്ചു തരാം. ഇതൊന്ന് പിടിക്കുമോ, എൻ്റെ ഡ്രസ്സൊന്ന് കാണിക്കുമോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ആക്ച്വലി നമ്മൾ സിക്കിമിൽ വന്നിട്ട് 2 സ്ഥലങ്ങളാണ് എക്സ്ട്രീം തണുപ്പ് പ്രതീക്ഷിക്കുന്നത്. എല്ലായിടത്തും തണുപ്പുണ്ടെങ്കിലും എക്സ്ട്രീം തണുപ്പ് പ്രതീക്ഷിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് നാത്തുല പാസ്. അതിന്ന് നമ്മൾ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലെതർ ജാക്കറ്റും ബീനി ക്യാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ഇച്ചിരി ഇപ്പോൾ 7:30 ആകുമ്പോൾ പുള്ളി മുകളിൽ വരും. നമുക്ക് അങ്ങോട്ട് പതുക്കെ നീങ്ങാം. നമ്മുടെ ഹോം സ്റ്റേന്ന് ഇങ്ങനൊരു കയറ്റം കയറി വേണം റോഡിലോട്ട് ചെല്ലാൻ. അയ്യോ, ഞങ്ങളൊരു വെനസ്ഡേ ആയിരുന്നു നാത്തുല പാസിൽ പോയിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ നമുക്കിങ്ങനെ വഴിയിൽ പോകുന്ന വഴിക്ക് കാണാൻ പറ്റി. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മൺഡേയ്സ് നാത്തുല പാസ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക കേട്ടോ. ഇവിടുന്ന് നമ്മളുടെ പെർമിറ്റ്സിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ നാത്തുല പാസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ നമുക്ക് പോപ്കോൺ, ചോക്ലേറ്റ്സ് ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ക്യാരി ചെയ്യണമെന്ന് ഞാനിങ്ങനെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. പോപ്കോൺ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പ്രിൻ്റൊക്കെ ആയിട്ട് പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാം. നമ്മളിപ്പോൾ ഫസ്റ്റ് നാത്തുല പാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 1 ഡേ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അതിൽ നാത്തുല പാസ്, ചാങ്കു ലേക്ക്, ബാബ ഹർഭജൻ സിംഗ് മന്ദിർ, ഇത് 3ഉം കവേർഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 7:50 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് നാത്തുല പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലേക്കും പോകാൻ പെർമിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതായത് ഈ പാക്കേജ് എടുത്തിരിക്കുന്ന അവരെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഏൽപ്പിക്കുമായിരുന്നു. അവരാണ് പെർമിറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇതൊരു 1 ഡേ പാക്കേജ് ആട്ടോ. നാത്തുല പാസിൽ പോകാൻ വേണ്ടിയിട്ടും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന പോലെ ഒരു എക്സ്ക്ലൂസീവ് ടാക്സി. ഇത് 6500 ആണ് ടോട്ടൽ
വരുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർഡ് ടാക്സി. ഷെയർഡ് ടാക്സിയിൽ 1200 പെർ ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എഗെയിൻ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ അതുപോലെ ഷെയർഡ് ടാക്സി ആകുമ്പോൾ നമ്മുടെ സീറ്റ് അവൈലബിലിറ്റി ചിലപ്പോൾ ഒരുമിച്ചായിരിക്കത്തില്ല. ഒരാൾ ചിലപ്പോൾ ഫ്രണ്ടിലും, അതും ഒരു 8-9 ആൾക്കാർ ഒരു ടാക്സിയിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഇതായതുകൊണ്ട് നമ്മൾ ഇതാണ് ഓപ്റ്റ് ചെയ്തത്. भैया कितना टाइम लगेगा नाथुला पास? हाँ 2 घंटे 2 മണിക്കൂർ എടുക്കും ഗാങ്ടോക്കിൽ നിന്ന് നാഥുല പാസ് എത്താൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നിർത്തുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പെർമിറ്റ്സ് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട് നാഥുലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ നാഥുലയിൽ സ്നോഫോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് തണുപ്പ് കൂടുതലായിരിക്കും. അതേപോലെ ചിലർക്കൊക്കെ ചിലപ്പോൾ ഓക്സിജൻ്റെ ഒക്കെ ആവശ്യം വരുമെന്ന് തോന്നുന്നു. ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെ ഓക്സിജനൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. നമ്മളിപ്പോൾ തൽക്കാലം ഓക്സിജൻ വാങ്ങിയിട്ടില്ല. ബാക്കി ഇപ്പം പെട്ടെന്ന് വിശക്കാണെങ്കിൽ കഴിക്കാനും അതുപോലെ വെള്ളം ഇതൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നാഥുല പാസിൽ മാത്രമേ മഞ്ഞ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പോകുന്ന വഴി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ മഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നാഥുല പാസിൽ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ മഞ്ഞ് കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയൊക്കെ വന്നു. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ മുകളിലോട്ട് ചെന്നപ്പോഴേക്കും മഞ്ഞൊക്കെ കൂടിക്കൂടി വന്നു. അതേപോലെ തണുപ്പും, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കൊരു കാഞ്ചൻജുങ്ക വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി. അവിടെ നമുക്കൊരു ചായയൊക്കെ കുടിക്കാം. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാനും പറ്റും. അങ്ങനെ ഒരു കടയുടെ അവിടെ നിർത്തി. ഇവിടെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. हाँ ले लो गरम गरम. हाँ थैंक यू. ഇതൊരു കാഞ്ചൻജംഗ വ്യൂ പോയിന്റ് ആണ്. അവിടെ കാണുന്നതാണ്. തണുപ്പത്ത് ചൂട് ചായ താങ്ക് യു ബൈ. നല്ല ക്ലൗഡി ആയിരുന്നതുകൊണ്ട് കാഞ്ചൻജംഗ നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ എന്നാലും ആ ചായ അത് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റോപ്പിൽ നിർത്തി. നമ്മളിപ്പോൾ നാഥുല പാസ് പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു ഷോപ്പിൽ നിർത്തി. ഇവിടുന്ന് റെൻറ്റിന് നമുക്ക് ജാക്കറ്റ്സ്, ക്യാപ്പ്, അതേപോലെ ഗ്ലൗസ്, സ്നോ ബൂട്ട്സ് ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് കിട്ടും. അതേപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ബ്രെഡ് ഓംലെറ്റ്, വെജ് മോമോസ്, പിന്നെ മാഗി, ഇത് 3 അവൈലബിൾ ആണ്. ഞങ്ങൾ മാഗി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് റെൻറ്റിന് സ്നോ ബൂട്ട്സ് എടുത്തു കേട്ടോ.
കാരണം ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്നിരുന്ന ഷൂസ് കുറച്ച് സ്ലിപ്പറി ആയിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ഗ്ലൗസും ക്യാപ്പും ജാക്കറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് വേറൊന്നും റെൻറ്റിന് എടുത്തില്ല. അപ്പം നമ്മുടെ മാഗി ഇപ്പം റെഡിയാവും. മുകളിലോട്ട് പോവാം. നമ്മളിപ്പോൾ നാത്തുല പാസിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസിൽ ഇവിടുന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ 3 പ്രാവശ്യം തന്നെ വീണു. ഇവിടുത്തെ ഈ ബൂട്ട്സ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും, മസ്റ്റാണ്. അപ്പം 2 പ്രാവശ്യം നടു പിടിച്ച് വീണു, 1 പ്രാവശ്യം മുട്ടിടിച്ച് വീണു, മൂക്ക് പിടിച്ചു. അപ്പോൾ നാത്തുല പാസ് എന്ന് പറയുന്നത് നമ്മൾ ചൈനയായിട്ടുള്ള ബോർഡറാണ് കേട്ടോ. ആക്ച്വലി ഏറ്റവും മുകളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഈ ഒരു പോയിന്റ് വരെ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡ് ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് താഴേക്ക് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചാങ്കു ലേക്കാണ്. സിക്കിമിൽ വരുന്നുണ്ടെങ്കിൽ നാത്തുല പാസ് മിസ്സാവാതിരിക്കാൻ നോക്കുക കേട്ടോ. മസ്റ്റ് വിസിറ്റാണ്. നമ്മൾ കണ്ടതിൻ്റെ ഒരു 5% പോലും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യുക. നമുക്ക് ഏറ്റവും മുകളിൽ സ്നോഫോളും കിട്ടി. അതാണ് അതിനകത്തൊരു ചെറുതായിട്ട് സ്നോഫോളും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ചാങ്കു ലേക്ക് അഥവാ സോങ്മോ ലേക്കിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ബാബ ഹർഭജൻ ഷ്രൈൻ, വിച്ച് ഈസ് ഫേമസ്ലി നോൺ ആസ് ബാബ ഹർഭജൻ സിംഗ് മന്ദിർ. ബാബ ഹർഭജൻ സിംഗ് മന്ദിറിൻ്റെ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാത്തുല പാസിൽ നിന്ന് അറൗണ്ട് ഒരു 6 to 7 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. ബാബ ഹർഭജൻ സിംഗ് വാസ് എ സോൾജിയർ. അദ്ദേഹം ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു റിവർ ബെഡിൽ വീണ് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കൊളീഗിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം വന്നിട്ട് ഒരു സമാധി റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സമാധി ക്രിയേറ്റ് ചെയ്തു അവർ. അത് പക്ഷെ ശരിക്കും ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. അങ്ങോട്ടേക്ക് വിസിറ്റേഴ്സ് ഇപ്പോൾ അലൗഡ് അല്ല. ഹർഭജൻ സിംഗ് മന്ദിറിൻ്റെ ഓപ്പോസിറ്റ് ഒരു കഫേ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കഫേ. ഞങ്ങൾ അവിടെ പോയിട്ട് 2 പബ്സും 2 ചായയും ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് നമ്മൾ അധികം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാഗി ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പബ്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ചാങ്കു ലേക്കിലേക്ക് പോയി. തന്നല്ലേ
360 റുപ്പീസ് ആയിരുന്നു പെർ ഹെഡ് റോപ്പ് വേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അവിടെ വരുന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് ആ ഒരു ലേക്കിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ലേക്കിൻ്റെ മാത്രമല്ല, ഒരുപാട് മലകളും നമ്മൾ ആ വന്ന വഴിയുടെയും എല്ലാം കൂടെ ആയിട്ട് നല്ല വ്യൂ ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ചാങ്കു ലേക്കിൻ്റെ അവിടെ നിന്ന് റോപ്പ് വേ എടുത്ത് മുകളിലൊരു വ്യൂ പോയിന്റിൽ വന്നിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, സ്നോഫോൾ ഉണ്ട്. നമ്മൾ ചാങ്കു ലേക്കിന് മുകളിലെത്തി വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴേക്കും ഭയങ്കര സ്നോഫോള്. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക്. ഭയങ്കര സ്നോഫോളാ. ഹെവി സ്നോഫോളാണ് എന്ന് തോന്നുന്നു. ഇതാണ് ഹെവി സ്നോഫോൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോയേക്കാലേ. ആ നമ്മൾ ബൂട്ട്സൊക്കെ റിട്ടേൺ ചെയ്യാൻ കയറി അവിടെ നിന്ന് തന്നെ ലഞ്ച് കൂടെ കഴിക്കുകയാണ്. റൈസും ദാലും പിന്നെ കോവയ്ക്കയും അല്ല മിക്സഡ് വെജ് അല്ലേ, എല്ലാം കൂടെ ഇട്ടിട്ടൊരു മെഴുക്കുവരട്ടിയും പപ്പടവും പിന്നെ സബ്ജി അച്ചാറും ഉണ്ടല്ലേ. അങ്ങനെ ഈവനിങ് ഒരു 4:20 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. രാവിലെ 7:50 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു 1 ഡേ പാക്കേജ്. അത് ഓപ്പൺ ആണോ? ഓപ്പൺ ആണോ? അപ്പറ അതിൻ്റെ അപ്പറ മഴക്കാലമല്ലേ, എന്നും ഈ സമയം മഴയാണോ എന്തോ ഇവിടെ. സെക്കൻഡ് ഡേ ഈവനിങ് നമ്മൾ വീണ്ടും MG മാർഗിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ഫേമസ് ഒരു റോൾ ഹൗസ് ഉണ്ട്. നമ്മൾ ഒരുപാട് വ്ളോഗുകളിൽ കണ്ടതാണ്. അപ്പം ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടുത്തെ റോള് ട്രൈ ചെയ്യാൻ പോകണം നമ്മൾ.
ഷെസ്വാൻ ആലു, ഇത് പനീർ സ്മോക്കി. എനിക്ക് ഇതുവരെ പനീർ കിട്ടിയിട്ടില്ല. ഉള്ളിയും ക്യാബേജും. ആലു കിട്ടിയില്ല. ഇത് നല്ലതാണോ? നെക്സ്റ്റ് നമ്മൾ ഇത് ലോക്കൽ കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലോട്ടാണ് പോകുന്നത്. അതിൽ എത്തിയിട്ടുണ്ട്. അടയ്ക്കാൻ പോകണമെന്ന് സംശയമുണ്ട്. കയറി നോക്കാം. ലോക്കലായിട്ടിരുന്ന് കുടിക്കുന്നതിനാണോ ലോക്കൽ കഫേ എന്ന് പറയുന്നത്? എന്താണ് കുടിക്കുന്നത്? അന്ന് തുറന്നു കാണിക്കോ? എന്താ വെളുത്തിരിക്കുന്നേ? ഇതാണ് ടിബറ്റൻ ടീ, അല്ലെങ്കിൽ ബട്ടർ ടീ എന്ന് പറയും. ഓ അതന്നെ, എനിക്ക് അതൊന്നും അത്ര ഇഷ്ടമായില്ലായിരുന്നു. ഇച്ചിരി ഉപ്പൊക്കെ ഇല്ലേ ഇതിന്? ഇതങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞിരിക്കുന്നത് മിൽക്ക് ഐസ്ഡ് ലാറ്റെ അല്ലേ? ഞാൻ തുറന്നേ. പോയി നോക്കാം. അതൊക്കെ